ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പളങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു വെറൈറ്റി നോക്കി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കപ്പളങ്ങ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ പച്ചമുളക്, സവോള, ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഇത്ര സാധനങ്ങൾ വേറെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഒരു ഇതുണ്ടാകുന്നത്. പച്ച കപ്പളങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് കട്ട്ലേറ്റിനായിട്ട്. ഉപ്പ്, പിന്നെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി, ഏത് മസാലയിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ ഒരു കുഴിഞ്ഞ പാത്രം, നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിനുള്ളൊരു പാത്രത്തിൽ എടുക്കുക. എന്നിട്ട് ആദ്യം സ്ലൈസ് ചെയ്ത കപ്പളങ്ങ ഇടുക. കപ്പളങ്ങ വേവിച്ചൊന്നുമല്ല, പച്ച കപ്പളങ്ങ അരിഞ്ഞ് കേട്ടോ, വേവിക്കാനൊന്നും വേണ്ട. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, സവോള, പിന്നെ ഇഞ്ചി, ഇത്രയും സാധനങ്ങളും കൂടെ ഇടുക. പിന്നെ കറിവേപ്പില ഇടുക. പിന്നെ മസാല ഇടുക. നമുക്ക് ഇഷ്ടമുള്ള മസാല ഇടാം. രണ്ടും ഇട്ടതിനെക്കാട്ടി നല്ല ഓരോന്ന് ഇടുന്നതാണ്. ഞാൻ ചിക്കൻ മസാലയാണ് എടുത്തത്. പിന്നെയാണെങ്കിൽ മുളക് പൊടി എടുത്തു. നമ്മളെടുക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി എടുത്താൽ മതി. പിന്നെ കാശ്മീരി എടുത്തു. കാശ്മീരി എന്ന് വെച്ചാൽ മുളക് പൊടി കളറ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് നമ്മുടെ കപ്പളങ്ങയുടെ ഇതനുസരിച്ചിരിക്കും. കപ്പളങ്ങ സവോളയുടെ ഇത് വരിക. സവോളയ്ക്ക് അത്യാവശ്യം മധുരമുണ്ട്, അതനുസരിച്ചാണ് ബാക്കി എരിവും ചേർക്കേണ്ടത്. പിന്നെ ഉപ്പാണെങ്കിൽ നമുക്ക് ഇതിനുള്ള അനുസരിച്ച് എടുക്കുക. ചിലപ്പോൾ ഒന്നും കൂടെ നമ്മൾ നോക്കുക. പിന്നെ കടലമാവ്, ആദ്യം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം കടലമാവ് എടുക്കാൻ വേണ്ടിയിട്ട്. കടലമാവ് എടുത്ത് അത് ഒന്ന് മിക്സ് ചെയ്യുക. അതുകൊണ്ട് അതിലേക്ക് അരിപ്പൊടി ഇടുന്നുണ്ട്. അരിപ്പൊടി എന്ന് വെച്ചാൽ വെള്ളം കുറച്ചും കൂടെ വലിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഉണ്ടാവും അതിൽ, സവോളയൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും വെള്ളം കുറച്ചുണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടിയും കൂടെ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് പാൻ ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിൽ നല്ലപോലെ എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റെങ്കിലും ഇത് മൂടി വെക്കണം മിക്സ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പൊന്നും പിടിക്കുകയില്ല. ഉപ്പ് എരിവൊക്കെ പിടിക്കണമെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഈ സ്പൂണൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കുന്നതിനെക്കാട്ടി നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. വേഗം മിക്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും, നല്ലപോലെ ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞിട്ട് കുറച്ചെടുത്ത് കട്ട്ലേറ്റിൻ്റെ ഇതിന് വലിപ്പത്തിലും കട്ടിയിലൊക്കെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കട്ടി ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അകം വേവുകയില്ല. നമ്മൾ പുറം നല്ലപോലെ വെന്തിരിക്കും, പക്ഷെ അകം വേവുകയില്ല. അകം വേവണമെങ്കിൽ കപ്പളങ്ങയാണ് നമ്മൾ സ്ലൈസ് ചെയ്താണ് ഇടുന്നതെങ്കിലും കട്ടി കൂടിക്കഴിഞ്ഞാൽ അകം വേവുകയില്ല. ഒരു ചെറുതായിട്ടെങ്കിലും നല്ലപോലെ വെന്തില്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുന്ന പോലെയൊക്കെ തന്നെ ഇരിക്കും. അതുകൊണ്ട് കട്ടി കുറയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഞാൻ 2 എടുത്ത് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛനെ കുത്തി പൊക്കിക്കൊണ്ട് വന്ന് വീഡിയോ എടുത്തുതരാൻ വന്നത്. ആദ്യമൊക്കെ സമ്മതിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വഴക്കുണ്ടാക്കിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ 2 കോരി എടുത്ത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പച്ചക്കപ്പളങ്ങ സാധാരണ കഴിക്കുന്ന പോലെയല്ല, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പേരൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.